ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലോങ് കഫ്താൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മീറ്റർ നൈറ്റി മെറ്റീരിയൽ, കോട്ടൺ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലെവലല്ലാത്ത ഭാഗം നമുക്കിങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു നൈറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 51 ഇഞ്ചാണ്. 51 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്. അപ്പം നമ്മൾ 52 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 51 ഇഞ്ചിൽ കിട്ടൂ. മുകളിലും താഴെയായിട്ട് അരയിഞ്ച് പോകും, അരയിഞ്ച് തയ്യൽ തുമ്പനായിട്ട് പോകും. എന്നിട്ടാണ് നമ്മൾ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ വശം ഫ്രണ്ട് പോർഷൻ, താഴത്തത് ബാക്ക് പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വി ഷേപ്പിലാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. ചുമയൊക്കെ ആയതുകൊണ്ട് എൻ്റെ സൗണ്ട് പോയിട്ടാണുള്ളത്. ഇതേപോലെ ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒരു 4.5 ഇഞ്ചിൽ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെക്കിനേക്കാളും കുറച്ചധികം വരുന്ന ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഇറക്കം വരുന്നത് ഒരു 16 ഇഞ്ചിലാണ് വരുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത നെക്കിനേക്കാളും കുറച്ചധികം താഴെ മുകളിലും കുറച്ചധികം തുണി വേണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ ആ പീസിനെ 2 ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്. അതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ 4 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിനെ ഇപ്പം 2 ഫോൾഡ് ചെയ്തിട്ടല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനെ 4 ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, ഒരു ലൈൻ കൊടുത്തില്ലേ, അതിനെ കറക്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ 4 ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അടിവശത്ത് ബാക്ക് പോർഷനും ഫ്രണ്ടിലായിട്ട് ഈ ഒരു വി ഷേപ്പ് വരുന്നില്ലേ, ഫ്രണ്ട് പോർഷൻ മുകളിലായിട്ട് വരും, ബാക്ക് വശം അടിവശത്തായിട്ട് വരും. അങ്ങനെ വരും. ഇനി നമുക്ക് ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഷോൾഡറൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. കഫ്താനിന് പിന്നെ സ്ലീവൊന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് നല്ല വശത്ത് തന്നെയാണ് സ്റ്റിച്ചിങ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച്, അവിടുത്തെ വണ്ണം വരുന്നത് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗമൊക്കെ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക്, അതായത് ഹിപ്പിൻ്റെ അവിടുത്തെ നീളം വരുന്നത് ഒരു 21 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം 11 ഇഞ്ചിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. നൈറ്റി ആകുമ്പം കുറച്ച് ലൂസിൽ അല്ലേ കിടക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം. താഴെ വരെ ഇങ്ങനെ ചരിച്ച് താഴെ വരെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെ വരെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് ഇത്. കഫ്താൻ്റെ കട്ടിങ് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതേ മാർക്കിങ്ങിനെ അപ്പുറത്തെ സൈഡിലേക്കും വരാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിങ് അപ്പുറം കൊടുക്കാം. അതായത് ഷേപ്പിൻ്റെ ലെങ്ത്തും ഹിപ്പിൻ്റെ ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്തില്ലേ, അതും അപ്പുറത്തെ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത ആ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതിങ്ങനെ കറക്റ്റ് നല്ല വശം തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഷേപ്പിൽ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മളതിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് മോശം വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ബ്ലാക്ക് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4 സൈഡിലായിട്ട് ചെറിയൊരു അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മെഷീനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, കൈ കൊണ്ട് തുന്നി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ 4 സൈഡിലും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അളവ് ഡ്രസ്സ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അളവ് ഡ്രസ്സിനേക്കാളും കുറച്ച് ലൂസിൽ ഇങ്ങനെ കിടക്കണം. നൈറ്റി ആയതുകൊണ്ട് ഒരു ഇഞ്ച് 2 സൈഡ് ലൂസിൽ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്